ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് SLC 10ാം ക്ലാസ്സിലുള്ള കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പം ഇപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ കണ്ടു കഴിഞ്ഞവർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് റിയാക്ഷൻസിന്റെ നെയിമിങ്, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിങ്, അതേപോലെ ഐസോമറിസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് അത് നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് നന്നായി പഠിച്ചവർക്ക് മാത്രമേ ഈ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. ഇതിലെന്തായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക? ഇതിൽ നമ്മളിപ്പം പഠിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് റിയാക്ഷൻസിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. ചാപ്റ്ററിന്റെ നെയിം കണ്ടാൽ തന്നെ നമുക്കറിയാം ഓർഗാനിക് റിയാക്ഷൻസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടാവുക, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസിനെ പറ്റിയിട്ട്. അപ്പം എന്താണ് ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസിനെയും നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയാം. കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ കാർബൺ ആറ്റം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാ റിയാക്ഷൻസും, അതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിങ് കാർബൺ കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ചാപ്റ്ററിൽ ഇനി വരാൻ പോകുന്നത് ഫുൾ കാർബൺ കൊണ്ടുള്ള ഒരു കളി തന്നെയായിരിക്കും. കാർബണിന്റെ വാലൻസി എത്രയാണ്? കാർബണിന്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ എല്ലാ ആറ്റത്തിലൂടെയായിട്ടും റിയാക്ഷൻസിൽ പങ്കെടുക്കും. കാർബണിന് ഒരുപാട് ആറ്റം കാർബണിന് ചുറ്റും വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള റിയാക്ഷൻസ് കാർബണ് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ കാർബൺ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസിന് പറയുന്ന പേരാണ് ഓർഗാനിക് റിയാക്ഷൻസ്. അപ്പം ഓർഗാനിക് റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് പഠിക്കേണ്ട റിയാക്ഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരുപാട് ടൈപ്പ് ഉണ്ട് ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ പഠിക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്യങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഇപ്പം സ്പോർട്സ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പം ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് പരിക്ക് പറ്റുന്നു. ആ പരിക്ക് പറ്റി കഴിഞ്ഞാൽ എന്താവും? അന്നേരം തന്നെ റെഫറി വിസിൽ വിളിക്കും. വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ വേറൊരു കളിക്കാരനെ അടുത്ത ഫുട്ബോളിന്റെ മാനേജർ ഇറക്കുന്നതാണ്. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുകയാണ്. ഒരാളെ മാറ്റി വേറൊരാളെ ഇറക്കുകയാണ്. അതിന്റെ പിക്ചറാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ഇനിയിപ്പോ ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും കാണാത്ത ആളുകളാണെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളുകളിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ടീച്ചർ ലീവായ ദിവസം വേറൊരു ടീച്ചർ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആ ടീച്ചർ പീരീഡ് വരുന്നത്, അത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. ഒരു ടീച്ചറിന് പകരം വേറൊരു ടീച്ചർ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് വരുന്നത്. അപ്പം ഒരാളെ പകരം മാറ്റി നിർത്തി വേറൊരാൾ വരുന്നതിനാണ് നമ്മൾ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന്. അപ്പൊ അതിലൂടെ നമുക്ക് ഊഹിക്കാലോ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഒരാളെ മാറ്റിയിട്ട് വേറൊരാറ്റം എന്ന് വെച്ചാൽ ഒരാറ്റത്തിനെ മാറ്റിയിട്ട് വേറൊരാറ്റം അവിടെ വന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥേൻ ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് 10ാം ക്ലാസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളും പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിവിടെ കാണാം മീഥേൻ കാണാം. എന്താണ് മീഥേൻ? മീഥേൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാം. മീഥേൻ എന്ന് പറഞ്ഞാൽ കാർബണിന് ചുറ്റും 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ടിലും ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ, സിംഗിൾ ബോണ്ടിൽ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് CH4 മീഥേൻ. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ബോഡി യൂസ് ചെയ്തിട്ട് പറയുന്നതാണെങ്കിൽ CH4 ഇതാണ് എന്ത്? മീഥേൻ. അപ്പം CH4ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് ഏത്? CH4 ശരിക്കും നമ്മൾ സ്ട്രക്ചറിൽ എഴുതുകയാണെങ്കിൽ സിന്റെ മുകളിലൊരു ബോണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇതാണ് CH4 എന്ന് പറയുന്നത്. അപ്പം ഈ CH4ല് CH4 എന്ത് ചെയ്യുന്നത്?
ഇവിടെ CH4 ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പങ്കെടുക്കാൻ വരുന്നത് Cl2 ആണ്, ക്ലോറിൻ ആണ്. Cl2 ക്ലോറിൻ 2 ആറ്റം കൂടിച്ചേർന്നിട്ടുള്ള Cl2 നമുക്ക് എങ്ങനെ എഴുതാം? Cl2 ആണെങ്കിൽ നമുക്ക് Cl എന്ന് കൂടി എഴുതാം. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാർബൺ ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്, Cl2 ആണ് വരുന്നത്. എന്തായിരിക്കും നടക്കുക? ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ഈ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം സൺലൈറ്റിന്റെ പ്രസൻസ്, സൺലൈറ്റിന്റെ UV റേസ് വരുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് വീക്കായിട്ട് ബ്രേക്ക് ചെയ്യും. UV റേസ് അതിനെ തട്ടുമ്പോൾ, സൺലൈറ്റ് വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രീ റാഡിക്കൽ വരുമല്ലോ. ഒരു ബ്രേക്ക് ചെയ്ത ഹൈഡ്രജൻ ഇവിടെ ഒരു ഫ്രീ റാഡിക്കലായി മാറി. അതേപോലെ തന്നെ ഇവിടെ എന്താവും? ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു ഫ്രീ റാഡിക്കലായി മാറി. ശരിക്കും നടന്നു പറഞ്ഞാല് ഈ ഹൈഡ്രജന് ബോണ്ട് ബ്രേക്ക് ചെയ്ത ഹൈഡ്രജന് ഇങ്ങേക്ക് വരും, Cl എന്താവും? ഇവിടത്തേക്ക് വരും. ഇവിടത്തേക്ക് വരും. അപ്പം ശരിക്കും നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് CH ഇവിടെ ഒരു H പോയിട്ട് ഇവിടെ ഒരു Cl വരും, CH3Cl വരും, CH3Cl വരും, CH3Cl വരും. പ്ലസ് എന്നാ വരുക? ഞാൻ പറഞ്ഞെങ്കിൽ ഈ H ഇവിടത്തേക്ക് വരുന്നില്ലേ? ഈ Cl ഇവിടെ വന്ന് H അവിടെ നിന്ന് പോയി, H എവിടത്തേക്ക് വരുന്നത്? ഈ Cl അടുത്തേക്കാണ് വരുന്നത്. അപ്പം ഫോം ചെയ്യാന്ന് പറഞ്ഞാല് HCl. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CH4 മീഥേന് Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതില് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവിടെയുള്ള ബോണ്ടും ബ്രേക്ക് ചെയ്യും, ഇവിടെയുള്ള ബോണ്ടും ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഫ്രീ ആയി, ഈ Cl ഫ്രീ ആയി. അപ്പം ഈ ബ്രേക്ക് ചെയ്ത Cl ഇവിടത്തേക്ക് വരും. അപ്പൊ എന്തായി? CH3Cl ആയി മാറി. അതാണ് ഇവിടെ നടന്നത്. ഇനി ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്, ആ ഹൈഡ്രജന് അപ്പുറത്തെ Cl കൂടി HCl ആയി മാറി, ബൈ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കാണാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാ CH4 ആയിരുന്നുള്ളത്, Cl എന്തായി? ഇവിടെ Cl2 ഉണ്ട്, ഈ Cl ഇവിടത്തേക്ക് വന്ന് ഉണ്ടാ CH3Cl ആയി മാറി. ഈ ഇവിടെ H ഈ Cl കൂടി ചേർന്നിട്ട് HCl ആയി മാറി. അപ്പം CH4 plus Cl2 gives CH3Cl plus HCl. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര് ക്ലോറോമീഥേൻ എന്നാണ്. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര്. ഒരു ക്ലോറിൻ ആണുള്ളത്. അപ്പം ഈ ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് മോണോക്ലോറിനേഷൻ. എന്തുകൊണ്ടാണ് മോണോക്ലോറിനേഷൻ എന്ന് പറയുന്നത്? കാരണം ഒരു ക്ലോറിൻ ആണ് ഇവിടെ ആഡ് ആയത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇവിടെ എന്താ നടന്നത്? ഇവിടെ നടന്നത് പറഞ്ഞാല് ഒരാള് പുറത്തേക്ക് പോയി, അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറൊരാൾ വന്ന്. അപ്പൊ ഹൈഡ്രജൻ എന്താക്കി? പുറത്തേക്ക് പോയി, അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറൊരാൾ വന്ന്. ഹൈഡ്രജന് പുറത്തേക്ക് പോയി, ഹൈഡ്രജന് സബ്സ്റ്റിറ്റ്യൂട്ട് Cl വന്ന്, Cl ഇവിടെ പോയതുകൊണ്ട് Cl സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി, ഹൈഡ്രജൻ അവിടത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹൈഡ്രോ കാർബൺ ഇസ് ഗിവൺ ഹിയർ? പിന്നെ വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രോകാർബൺ ഇൻ ദ which atom replaces the hydrogen in the hydrocarbon? Write the IUPAC name of the product. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഏത് ഹൈഡ്രോകാർബൺ ആണ് അവിടെ തന്നത്? ഏതാ? മീഥേൻ ആണല്ലോ, CH4 ആണല്ലോ നമുക്ക് ഫസ്റ്റ് തന്നത്. രണ്ടാമത്തേത് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യുന്നത് ഏത് ഹൈഡ്രോകാർബൺ ആണ്? ഏത് ഹൈഡ്രോകാർബൺ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നത്? ഏത് ആറ്റമാണ്? വിച്ച് ആറ്റം റീപ്ലേസസ് എന്നാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോകാർബണിൽ ഏത് ആറ്റമാണ് റീപ്ലേസ് ചെയ്യുന്നത്? Cl2 ആണല്ലോ റീപ്ലേസ് ചെയ്യുന്നത്. ക്ലോറിൻ ആണ് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നത്. അടുത്തത് IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ക്ലോറോമീഥേൻ ആണ്. ഒരു ക്ലോറിൻ ആളു, അതിന്റെ പേര് ക്ലോറോമീഥേൻ ആണ്. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആർ കെമിക്കൽ റിയാക്ഷൻ
in which an atom or group of atom is replaced with another atom or group of atom. ഏതെങ്കിലും ഒരു ആറ്റമോ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ വേറൊരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്ന് റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആർ കെമിക്കൽ റിയാക്ഷൻ in which an atom or group of atom replaces another atom or group of atom is known as in a compound is known as a substitution reaction. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലുള്ള സ്റ്റെപ്പ് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സ്റ്റെപ്പ് 1 ആകുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ക്ലോറിന്റെ അവൈലബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും നടന്നുകൊണ്ടേ നിൽക്കും. അപ്പം ഒരാറ്റം എല്ലാവരും ഉണ്ടാവുക. CL എന്ന് പറയുമ്പോൾ ഒരുപാട് ആറ്റം ഉണ്ടാവും. ഒരിക്കലും ഒരാറ്റമായിട്ട് ഒരു കോമ്പൗണ്ട് നിൽക്കൂല. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആറ്റം. ഇപ്പോൾ ഒരു ചെറിയ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലക്ഷക്കണക്കിന് ആറ്റം ഉണ്ടാവും. അപ്പം അടുത്തത് നമുക്ക് നേരത്തെ കിട്ടിയതിന്റെ പ്രൊഡക്റ്റ് ആണ് ഉള്ളത് CHCl3. ഇതിനെന്താന്ന് അടുത്ത Cl2 വരുന്നു, 2 Cl വരുന്നു. അപ്പം വീണ്ടും എന്താവും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. വീണ്ടും നടക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ Cl ഇവിടത്തേക്ക് വരും, ഈ ഹൈഡ്രജൻ ഈ Cl കൂടും. അങ്ങനെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഈ ഹൈഡ്രജനിലേക്കാണ്. എവിടത്തേക്കും വരാം. ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഞാൻ പറയാം. ഈ Cl എന്തായാലും ഈ ഹൈഡ്രജന്റെ അടുത്തേക്ക് വരുന്നു. ഈ ഹൈഡ്രജന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഹൈഡ്രജൻ എന്താക്കുന്നു ഈ Clന്റെ അടുത്തേക്കും പോകുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് Cl വരുന്നേ. പിന്നെ സോറി, ഇവിടെ തന്നെയാണ് വന്നത് ഇതിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അപ്പം Cl ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് Cl വരുന്നേ. പിന്നെ ഇവിടെയുള്ള Clനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഹൈഡ്രജൻ വന്ന്. മനസ്സിലായില്ല? സിമ്പിൾ ആണ്, ഒരു ഡൗട്ടും ഉള്ള ആവശ്യമില്ല, അത്രക്ക് സിമ്പിൾ ആണ്. അപ്പം അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കുക? നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. തേർഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കാം? തേർഡ് സ്റ്റെപ്പിൽ സിമ്പിൾ ആയിരിക്കും. അടുത്ത ഹൈഡ്രജനെ മാറ്റിയിട്ട് Cl വരും. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഈ Cl ഇവിടെ വരും. പിന്നെ ഈ H ഇവിടെ പോകും. അപ്പൊ എന്തായിരിക്കും ഫോം ചെയ്യാം? CHCl3 പ്ലസ് HCl ആയിരിക്കും ഫോം ചെയ്യാം. നിങ്ങൾക്ക് ഫൈനലി കറക്റ്റ് പറഞ്ഞാൽ എങ്ങനെയാ റിയാക്ഷൻ നടക്കുന്നത് ഇതാ. ഇതിൽ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. CH4 പ്ലസ് Cl2 ആണ് ഫസ്റ്റ് നമുക്ക് തന്നത്. Cന്റെ ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. Cl2 ആണ് റിയാക്ട് ചെയ്തത്. 2 ക്ലോറിൻ ആണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് നടന്നത് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോറിൻ വരുന്നു. ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒരു ക്ലോറിൻ വന്ന് CH3Cl ആയി മാറി. ആ ഹൈഡ്രജൻ എന്താണ് അപ്പത്തുണ്ടായിരുന്ന ഓൾറെഡി ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ക്ലോറിന്റെ കൂടെ ചേർന്നിട്ട് HCl ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് ക്ലോറോമീഥേൻ. സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത് CH3Cl1. ഇതാ ഇവിടെ ഫോം ചെയ്ത പ്രൊഡക്റ്റ് ആണ് എന്താകുന്നത് അടുത്ത Cl2ന്റെ ഒരു റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പം ഇവിടെ ഫോം ചെയ്ത പ്രൊഡക്റ്റ് CH3Cl2ന്റെ റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജന്റെ കൂടി ഒരു Cl വരുന്നു. അപ്പം ഒരു ഹൈഡ്രജൻ പോയല്ലോ. അപ്പൊ CH3 ഉള്ളത് CH2 ആയി മാറി. പിന്നെ Cl 2 വന്നല്ലോ. അപ്പം Cl ഉള്ളത് Cl2 ആയി മാറി. മനസ്സിലായിരിക്കുന്നേ. അടുത്തത് പോയ HCl ബൈ പ്രോഡക്റ്റ് എല്ലാത്തിലും HCl ഫോം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു Cl ഇവിടെ വരുമ്പം ഒരു ഹൈഡ്രജൻ എന്താവുന്നുണ്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഫോം ചെയ്ത പ്രൊഡക്റ്റിന്റെ പേര് ഡൈക്ലോറോമീഥേൻ. ഡൈക്ലോറോമീഥേൻ എന്ത് ചെയ്യുന്നു? Cl2 റിയാക്ട് ചെയ്യുന്നു. Cl2 റിയാക്ട് ചെയ്യുമ്പോൾ CH2Cl2 ആണ്. 2 ഹൈഡ്രജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. അപ്പം ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോറിൻ വരുന്നു. അപ്പം ഇവിടെ ലെഫ്റ്റ് ഓവർ ഒരു ഹൈഡ്രജൻ മാത്രം, അതാണ് CH ആയി മാറിയത്. ഒരു ക്ലോറിനും കൂടി വന്ന് Cl2ന്റെ കൂടെ അപ്പം Cl3 ആയി മാറി. ഇനി നടക്കുന്നത് ഇവിടെ ഒരു ക്ലോറിൻ ബാക്കിയുണ്ട്. ഈ H എന്താവുന്നത് അതിന്റെ കൂടി ചേർന്നിട്ട് HCl ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര് ട്രൈക്ലോറോമീഥേൻ എന്നാണ്. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര്. ഇനി അടുത്ത ഈ ട്രൈക്ലോറോമീഥേൻ എന്ത് ചെയ്യുന്നു? Cl2 വീണ്ടും റിയാക്ഷനിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഇവിടെയുള്ള ഹൈഡ്രജന് പുറത്താവുന്നു. ഒരു ഹൈഡ്രജൻ മാത്രമാണ് ബാക്കിയുള്ളൂ. ആ ഹൈഡ്രജൻ പുറത്താവുന്നു. അതിന് പകരം Cl വരുന്നു. CCl4. Cl3 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിന് പകരം Cl4 ആയി മാറി. 4 ക്ലോറിൻ വന്നു, ഒരു ഹൈഡ്രജൻ പുറത്തായി. അപ്പം ആ പുറത്തായ ഹൈഡ്രജൻ പുറത്തുള്ള ഒരു Cl കൂടി ചേർന്നിട്ട് HCl ആയി ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേര്
ടെട്രാക്ലോറോമീഥേൻ. അപ്പം ഇതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥേൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ കംപ്ലീറ്റ് പോകുന്നത് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നടന്ന് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരാളില്ല, ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. CCl4 പ്ലസ് HCl, ടെട്രാക്ലോറോമീഥേൻ. അപ്പൊ മീഥേനിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിയാക്ഷൻ ഇൻ വിച്ച് an atom or group of atom, ഏതെങ്കിലും ഒരു ആറ്റം ഗ്രൂപ്പ്, ഇവിടെ ഇപ്പോൾ ഒരു ആറ്റം മാത്രമാണ് നടക്കുന്നുള്ളൂ, ഗ്രൂപ്പ് ഓഫ് ആറ്റവും വരാം. അപ്പം ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം വിച്ച് റീപ്ലേസസ് അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആൻഡ് ഫോം എ ന്യൂ പ്രോഡക്റ്റ്. ഇറ്റ് ഇസ് നോൺ ആസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പം അടുത്തത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്തത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ പഠിച്ചത് മീഥേന്റെ ആണ്. ഇതെന്താണ്? ഇത് ഈഥെയ്ൻ ആണ്. ഈഥെയ്ൻ ആണ് C2H6. 2 കാർബൺ വരുന്നുണ്ട്, 2 കാർബണും 6 ഹൈഡ്രജനും ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുക? മറ്റേത് കറക്റ്റിംഗ് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ എന്താവാ? C2H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോക്കുകയാണെങ്കിൽ C2H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 2 കാർബൺ, ഇതിന്റെ ചുറ്റും ഹൈഡ്രജൻ. കാർബണിന്റെ വാലൻസി 4 രീതിയിലായിരിക്കും ബോണ്ടിങ് ഫോം ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് C2H6 ഉണ്ടാവുക. C2H6 ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം C2H6ന്റെ കൂടെ Cl2 റിയാക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്നാണ് ചോദിച്ചത്. Cl2 എന്നാൽ ഇങ്ങനെ എഴുതാം, Cl. ഓക്കെ, അപ്പം എന്തായിരിക്കും നേരത്തെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും നടക്കുക റിയാക്ഷൻസ്? സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോറിൻ വരുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും നടക്കുക? ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, ഈ സാധനത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഹൈഡ്രജൻ ഇവിടുന്ന് പോകുന്നു, ഈ ക്ലോറിൻ ഇവിടെ വന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഈ ക്ലോറിൻ ഇവിടുന്ന് പോയില്ല, ക്ലോറിൻ ഇവിടുന്ന് പോയിട്ട് ഈ ക്ലോറിന് ഇവിടുന്ന് പോയി ഇവിടത്തേക്ക് വന്നു. ഈ ഹൈഡ്രജൻ ഇവിടെ ആക്കിണ്ട്, ഈ ഹൈഡ്രജൻ ഇവിടെ വരും. എന്താ? അപ്പം ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലോറോ ഈഥിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? സെക്കൻഡ് സ്റ്റെപ്പ് വീണ്ടും ഒരു Cl2 വന്ന് റിയാക്ട് ചെയ്യും, വീണ്ടും ഒരു Cl2 വന്ന് റിയാക്ട് ചെയ്യും. അപ്പം അന്നേരം റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ആയിരിക്കും. Cl2 റിയാക്ട് ചെയ്യാം. ഈ പ്രോഡക്റ്റ് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഹൈഡ്രജൻ ഇവിടുന്ന് പോകും, ഈ ഹൈഡ്രജൻ ഇവിടുന്ന് പോയിട്ട് ഈ Cl ഇവിടത്തേക്ക് വരും, Cl ആ H ഉണ്ടാവും, ആ പോയ H ഇവിടെ വന്ന് HCl ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും Cl2 വന്ന റിയാക്ഷനിലേക്ക് നടക്കുന്നു. അപ്പം വീണ്ടും Cl2 വന്ന റിയാക്ഷൻ നടക്കുമ്പോൾ അടുത്ത എവിടെയാ വരിക? ഈ ഇവിടെ വരും, ഇവിടെ വന്ന് ഈ ഹൈഡ്രജനെ മാറ്റി ഇവിടെ Cl ആയി മാറും. ആ ഹൈഡ്രജൻ ഇവിടെ വന്നിട്ട് HCl ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ വീണ്ടും ഇവിടെ Cl വരും, ഇവിടെ Cl വരും, ഇവിടെ Cl വരും. അപ്പൊ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 6 സ്റ്റെപ്പ് ഉണ്ടാവും. നേരത്തെ 4 സ്റ്റെപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 6 സ്റ്റെപ്പാണ് ഇപ്പം ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തേല് C2H6 Cl2 വരുന്നത്, Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം C2H5 ആവുന്നു. ഒരു ഹൈഡ്രജൻ പോകുന്നു, വീണ്ടും എന്താണ്? ഹൈഡ്രജൻ പോയിട്ട് Cl അതിന്റെ കൂടെ വരുന്നു, ഒരു ബൈ പ്രോഡക്റ്റ് HCl ഫോം ചെയ്യുന്നു. അടുത്ത റിയാക്ഷനിൽ C2H5 Cl ആയി മാറുന്ന C2H5 Cl ആണ് അടുത്തതിന്റെ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അതിന്റെ റിയാക്ഷനിൽ നടക്കുന്നത് Cl2ന്റെ കൂടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ C2H5 Cl പ്ലസ് Cl2 ആണുള്ളത്. അപ്പം C2H5 ആകുമ്പോൾ അടുത്ത Cl വരുമ്പോൾ C2 ഒരു H5 ഉള്ള ഒരു H ഒന്ന് പുറത്തു പോകും, അതിന് പകരം Cl വരും. അപ്പൊ അവിടെ വരുന്ന പ്രൊഡക്റ്റ് എന്നായിരിക്കും? C2H4 Cl2. H4 Cl ഒന്നായിരുന്നു ഉണ്ടായിരുന്നല്ലോ, ഒരു Cl കൂടി വന്നോണ്ട് C2H4 Cl2.
അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ എന്താവും C2H3Cl3 ആയി മാറും. കാരണം ഒരു എച്ച് പോവും, വീണ്ടും ഒരു എച്ച് പോവും, അടുത്തേല് അതിലേക്ക് തന്നെ ഒരു Cl കൂടി എക്സ്ട്രാ വരും. അപ്പം C2H4 ഉള്ള എച്ച് പോയി H3 ആയി മാറി. Cl2 ഉണ്ടായിരുന്നത് എന്തായി, ഒരു Cl കൂടി വന്ന് Cl3 ആയി മാറി. അടുത്ത എന്തായിരിക്കും നടക്കുക, അടുത്ത ഞാൻ ഇവിടെ ബ്ലാങ്ക് ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്തരം ഏതാ, സിമ്പിൾ ആണ്, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. C2H3Cl3 ആണ് ഇപ്പൊ ഉള്ളത്. അപ്പം C2 എന്താ, H3 പകരം ഒരു എച്ച് പോകും, അപ്പൊ എന്താവും C2H2 ആയി മാറും. H2 ആയി മാറും. Cl3 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു Cl എക്സ്ട്രാ വരും. അപ്പൊ എന്താണ് നടക്കുന്നത്, Cl3 C2H3H2Cl3 C2H2Cl4 ആയി മാറും. Cl3 തന്നെ ഒരു എക്സ്ട്രാ Cl വരുമ്പോൾ Cl4 ആയി മാറും. അപ്പം അതാണ് അടുത്ത റിയാക്ഷന്. അങ്ങനെ അടുത്ത നടക്കുക അടുത്തതില് C2H2Cl4 ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്, ഒരു Cl കൂടി വരുന്നത്, അപ്പം ഒരു എച്ചും കൂടി പോകും. അപ്പൊ C2H ആയി മാറും, C2H ആയി മാറും. പിന്നെ Cl5 ആയി മാറും, Cl5 ആയി മാറും. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായി മാറും, ആ ലാസ്റ്റിൽ എച്ച് C2H ആയിരുന്നു ഉണ്ടായിരുന്നത്, കാണുന്നില്ലേ, C2H ആയിരുന്നു ഉണ്ടായിരുന്നത്, C2H എച്ചും കൂടി പോയി, ഹൈഡ്രജനും കൂടി പോയി, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വീണ്ടും Cl വരും, C2Cl6 ആയി മാറും. ഇവിടെ C2H6 എന്ന് തുടങ്ങി, ഇവിടെ C2Cl6 അവസാനിക്കുന്നു. 6 ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്ലോറിൻ വന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിള്, പഠിക്കാൻ തന്നിട്ടുള്ള എക്സാമ്പിൾ ഇതാണ്. ഇനിയും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടാണ്. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഓർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാൾ വന്നിട്ടുള്ള റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് മീഥൈൻ ആണ്. മീഥൈന് CH4Cl2 ആണ്. അത് CH4 4 കാർബൺ ആണുള്ളത്. ഫസ്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 4 കാർബണിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്ലോറിൻ വരും. ക്ലോറിൻ വന്ന് 4 കാർബണിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്ലോറിൻ വരും. അങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അവസാനം CCl4 ആയി മാറും. ടെട്രാ ക്ലോറോ മീഥൈൻ എന്നാണ് അതിന്റെ പേര്. ടെട്രാ ക്ലോറോ മീഥൈൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പം സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. കാർബൺ ടെട്രാ ക്ലോറൈഡും കൂടി ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ആ റിയാക്ഷൻ നടക്കുക. പിന്നെ അതിന് ഒരു എക്സാമ്പിൾ കൂടി, എക്സ്ട്രാ എക്സാമ്പിൾ കൂടി പഠിച്ചു. ഈഥൈന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്യാം. അടുത്തതിനുള്ള വർക്ക് നമുക്ക് ബാക്കി അടുത്ത അഡിഷൻ റിയാക്ഷൻ ഉണ്ട്, പോളിമറൈസേഷൻ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ പല ടൈപ്പാണ് റിയാക്ഷൻ പഠിക്കാനുള്ളത്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പം ഒന്നുകൂടി വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. കുറച്ചും കൂടി എക്സാമ്പിൾ ഒക്കെ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. ഇതെന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.